ഫ്രണ്ട്സ്, അലീനയും മനുവിന് വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മനു രോഹിത്തും ബാലചന്ദ്രൻ സംസാരിക്കുവാണ്. അച്ഛാ, എനിക്ക് എത്രയും പെട്ടെന്ന് ചേച്ചിയെ കാണണം. കാരണം എനിക്ക് ചേച്ചി ഒന്ന് കെട്ടിപ്പിടിക്കണം. ഞാൻ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞൊന്ന് കരയണം. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു വഴി ഒരുക്കിത്താ എന്ന് പറയണം. man ഇന്ന് നിൽക്കി, ഞാൻ നാളത്തേക്ക് റെഡിയാക്കാം എന്നുള്ള രീതി പറഞ്ഞ് കിടക്കാൻ പറഞ്ഞു വിടുവാണ്. കാരണം കോണിപ്പടിയിലിരുന്ന് കരയുന്നതായിട്ടുള്ള ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടണം. അപ്പം പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രൻ എഴുന്നേറ്റ് ഒരുങ്ങുവാണ്. ബാലചന്ദ്രൻ രാവിലെ വന്ന് വാതുക്കപ്പടി ഒന്ന് നോക്കി നിൽക്കുകയാണ്. അച്ഛാ, ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ റെഡി ആയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പം മകൻ്റെ ചേച്ചിയെ കാണാനുള്ള ആ ശുഷ്കാന്തി ശരിക്കും മനസ്സിലായി. കാരണം ഞാൻ സ്നേഹവതിയായിട്ടുള്ള ആ പെണ്ണ് കൊടുത്തായിട്ടുള്ള ആ സ്നേഹം ശരിക്കും തിരിച്ചറിഞ്ഞതും മാത്രമല്ല, ചേച്ചി എന്ന് അറിയാതെ തന്നെ അവൾ ഒരുപാട് സ്നേഹം കൊടുത്ത് നിന്ന. പക്ഷെ അത് ഇപ്പം ചേച്ചി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എന്നറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവളെ കാണാതിരിക്കാൻ വയ്യാണ്ടായി, രോഗത്തിന് വയ്യാണ്ടായി എന്നൊക്കെ മനസ്സിലാക്കി. അപ്പം ബാലചന്ദ്രൻ പറയുക, അന്ന് ഞാൻ റെഡിയാകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് റെഡിയാകുവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 2-3 ദിവസം മുമ്പ് പോയതേ ഉള്ളൂ. ആ 2-3 ദിവസം പോന്നു. അപ്പോൾ ഇപ്പോഴും കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സ്റ്റാൻലി എന്നാ പറയും? കാരണം സ്റ്റാൻലി നമ്മളോട് ദേഷ്യഭാവത്തിലാണല്ലോ പെരുമാറത്തുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, തൻ്റെ മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള രീതി പറയുവാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നിന്നിട്ട് നേരെ വണ്ടി കൊണ്ട് നിർത്തുവാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അലീന പൂച്ചെടിയെല്ലാം പൂച്ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് രാവിലെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ബാലചന്ദ്രനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ കഴിഞ്ഞ ദിവസം പോയതല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇപ്പം ഇതെന്തോ കാര്യമുണ്ടല്ലോ എന്ന രീതിയിൽ ആ ഒരു മനോഭാവത്തോടെ പിന്നെ നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രനെ നമ്മുടെ അലീന. അപ്പം അച്ഛൻ പിന്നെയും വന്നോ, എന്താ അച്ഛാ വിശേഷം, എന്താ കാര്യം, പിന്നെയും വന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഈ പ്രാവശ്യം ഞാൻ മാത്രമല്ല മോളെ വന്നേ, വേറെ ആളും കൂടെ ഉണ്ട് എന്ന് പറയാണ്. വേറെ ആളോ, അതാരാ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോറ് തുറന്ന് രോഹിത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ അലീനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. കാരണം തൻ്റെ മുഖഭാവവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തോ വാടാ മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഉള്ള വരവാണോ ഇത് എന്നുള്ളൊരു ചിന്താഗതിയിൽ അങ്ങനൊരു ചോദ്യഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ മുഖമൊക്കെ വീങ്ങിയിരിക്കണം. കാരണം തലേദിവസം കരഞ്ഞ് പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു മുഖഭാവത്തോടെയാണ് പോകുന്നത്. ശരീരം മുഴുവൻ നല്ലൊരു വെള്ള പൂശി അല്ലെങ്കിൽ കുളിച്ചൊരുങ്ങി നിൽക്കുമെങ്കിൽ പോലും മുഖത്തിലും കണ്ണിലൊക്കെ ആ നനവും നിറകണ്ണുകളോടൊക്കെ ഉള്ള നിപ്പെല്ലാം മനസ്സിലായി. നീ എന്തെങ്കിലും നിൽക്കുന്നത്, നിനക്കെന്താ പറ്റിയത്, നീ എന്ത് വന്നേ എന്നുള്ള രീതിയിൽ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അവധിക്കുട്ടി നോക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസമല്ലേ ഇയാൾ അങ്ങോട്ട് പോയത്, അപ്പോൾ 3 ദിവസം മുമ്പ് പോയിട്ട് എന്നതിന് ഇയാൾ പിന്നെയും വന്നേ എന്നുള്ള രീതിയിൽ പുള്ളി സ്വയമേ ചിന്തിക്കുന്നുണ്ട്. ഉടനെ അവധിക്കുട്ടിയെ കാണുമ്പോഴത്തേക്ക് അലീന നേരെ വന്നിട്ട് പറയാം, അച്ഛാ ഇതാണ് അവിടുത്തെ അച്ഛനറിയാലോ, അപ്പച്ചനറിയാലോ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് എനിക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാരാന്നും വെളിപ്പെടുത്തുന്ന മുമ്പ് തന്നെ, അതായത് രോഹിതിന് പറയുന്ന മുമ്പ് തന്നെ നേരെ നമ്മുടെ വെല്ലുമുറി പോലും നിൽക്കുന്നത്, അതായത് മെയിൻ മുറിയിൽ പോലും നിൽക്കാൻ നേരെ അകത്തോട്ട് പോകണം. റൂമിൽ ചെന്നിട്ട് അലീനയുടെ റൂം തുറന്ന് അകത്ത് കയറിയിട്ട് കഥക് കുറ്റിയിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയ മോനെ, നിനക്ക് എന്താ കുഴപ്പം, എന്താ നിൻ്റെ വിഷയം എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ചേച്ചി എനിക്ക് പറ്റുന്നില്ല ചേച്ചി ആരാന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ചേച്ചി എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് നേരെ പോയി കെട്ടിപ്പിടിച്ചിട്ട് കാലെ വീണിട്ട് പറയാം, ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി, ഇനി ഒരിക്കലും ചേച്ചിയെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്, എത്രമാത്രം ചേച്ചിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഞാൻ എത്ര പേര് ചേർന്ന് ചേച്ചിനെ പുച്ഛിച്ചിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അത് മാത്രമല്ല, ഒരു പെണ്ണിനോട് ഒരു പെങ്ങളോട് ചെയ്യാൻ പറ്റാത്തിട്ട് ഏറ്റവും വലിയ പാപം ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുണ്ട്. ആ പാപം ഞാൻ ഇനി എങ്ങനെ കഴുകി കളയും എന്ന് പറയുമ്പോഴത്തേക്ക്, മോനെ ചേച്ചി സ്നേഹം പ്രതീക്ഷ വന്ന, പക്ഷേ ചേച്ചിക്ക് സ്നേഹമല്ല, ഞങ്ങൾ ഉപദ്രവമല്ല എന്ന് ഞാനും ബബിതയും അമ്മയൊക്കെ ചെയ്തിട്ടുള്ള പാവങ്ങൾ ഞാൻ എങ്ങനെ മാറ്റും ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, മോനെ നിനക്ക് തിരിച്ചറിവുണ്ടായില്ലേ, നിനക്ക് നല്ലതേ വരത്തുള്ളൂ. കാരണം നിനക്ക് സ്നേഹിക്കാൻ ഇപ്പം മനസ്സുണ്ട്. ആ സ്നേഹം ഇപ്പം ഞാൻ ആരാ എന്താണെന്ന് തിരിച്ചറിയാതിരുന്ന ഒരു പ്രശ്നമാണ് നിൻ്റെ ഉള്ളത്. മാത്രമല്ല, പിന്നെ അതോടെ നിനക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് തിരിച്ചറിവുണ്ട്. അതായത്
അല്ല എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്കൊരു തിരിച്ചറിവുണ്ടെന്ന്. പെണ്ണുങ്ങളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത്, കയറി പിടിക്കരുത്, അങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്ന് നീ മാറി എന്നെനിക്ക് മനസ്സിലായി. കാരണം ഒന്ന് എന്നോടുള്ളൊരു മനോഭാവം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുമായിട്ടുള്ള വിഷയത്തിൽ ശരണ്യ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ആവശ്യമില്ലാതെ പെരുമാറുന്നു നിനക്ക് മനസ്സിലായല്ലോ എന്നുള്ള ഇതിൽ കാണുമ്പോഴത്തേക്കിനും സന്തോഷമുണ്ട്. ഇനിയും ഇപ്പോൾ അങ്ങോട്ടുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. നീ എൻ്റെ സ്വന്തം ആങ്ങളയല്ലടാ. കാരണം ഞാൻ മറ്റു ആൾക്കാരെ പോലെ അല്ലല്ലോ. കാരണം നിന്നെ എനിക്ക് സ്നേഹിച്ചല്ലേ പറ്റൂ. കാരണം എനിക്ക് നിന്നെപ്പോലെ നിന്നെ ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞ രണ്ട് മക്കളാണെന്നുള്ളതല്ലേ ഉള്ളൂ നമ്മൾ. അപ്പം ശരിക്കും പറയുമ്പോഴത്തേക്ക് നിന്നെ ഞാൻ കരുതുക, നിന്നെ ഞാൻ സ്നേഹിക്കാതെ വേറെ ആര് സ്നേഹിക്കാനെന്ന് പറയുമ്പോൾ ചേച്ചി എനിക്ക് ഒരുപാട് സ്നേഹം തന്നു, ഞങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ഞങ്ങളെല്ലാം തിരിച്ചു തന്നത് ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ചേച്ചിനെ നിഷേധിക്കുകയൊക്കെ തന്നെയാണല്ലോ ചെയ്തത്. ഞങ്ങളിപ്പോൾ ഇത് ഞങ്ങളുടെ കടം തീരും ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, മോനെ നീ എനിക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ പോലും കാരണം നിനക്ക് സ്നേഹം തരാനുള്ള മനസ്സിപ്പോൾ ഉണ്ടല്ലോ. പക്ഷേ ഈ സമൂഹത്തിൽ ഇതുപോലെ കഴിയുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. സ്നേഹം കൊതിക്കുന്നതായിട്ടുള്ള, സ്നേഹം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ വ്യക്തികൾക്ക് കൊടുക്കണം. കാരണം ഞാൻ കിട്ടാതെ നടക്കുന്ന ഒരാളെ പലരും സ്നേഹിക്കുന്ന പോലല്ല, ഒരാളെ പലരും സ്നേഹിക്കുന്ന പോലല്ല. സ്നേഹം കിട്ടാതെ നടക്കുന്ന ആൾക്കാർ ഉണ്ട് ഒരുപാട്. അവർ സ്നേഹത്തിന് വേണ്ടി തന്നെ കടന്നു വരുന്നുണ്ട്. നിൻ്റെ വീട്ടിൽ ഞാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ സ്നേഹം നിങ്ങൾക്ക് തന്നു, ഒരുപാട് സ്നേഹം തന്നു. പക്ഷെ അന്നൊക്കെ നിങ്ങൾ എന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും അല്ലെങ്കിൽ സ്നേഹം കണ്ടിട്ട് ഇല്ലാന്ന് നടിക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ സ്നേഹമാണ് തരുന്നത്, ഞാൻ കബളിപ്പില്ലാത്ത സ്നേഹമാണ് തരുന്നതെന്ന് നിങ്ങൾക്കെല്ലാം തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളത് ഉപദ്രവം കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇനി ഒരിക്കലും ആരെങ്കിലും സ്നേഹമായിട്ട് നിൻ്റെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ തന്നെ അതിനൊരു കളങ്കമില്ലാതെ നീ കൊടുക്കാൻ നിൻ്റെ മനസ്സിനുണ്ടാകണം. അതാണ് ചെയ്യേണ്ടത്. കാരണം എനിക്കിപ്പം 10-23 വർഷം ആരും ഇല്ലാതിരുന്ന ഞാൻ ഇപ്പം എല്ലാവരുമായിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാരായിട്ടുണ്ട്, അതായത് എൻ്റെ അപ്പനും അമ്മയും ആയിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങളായിട്ടുണ്ട്. എനിക്ക് ആരാണ് ഇനിയിപ്പം വേണ്ടത്? എനിക്ക് എല്ലാവരുമായിട്ടുണ്ട്. എനിക്കിപ്പം സന്തോഷമായി നിൽക്കുക. നീ ഇപ്പം നിൻ്റെ കണ്ണിൽ നിനക്ക് തുടയ്ക്കും, നിനക്ക് തന്നെ എന്നെ കിട്ടിയല്ലോ, എന്നെ തിരിച്ചറിവുണ്ട്, എനിക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സമൂഹത്തിൽ ഒന്നുമില്ലെങ്കിൽ പോലും എനിക്ക് ബാലചന്ദ്രനോ അല്ലെങ്കിൽ അച്ഛനോ ഇവിടുത്തെ പപ്പായോ ആരും ഇല്ലെന്നുണ്ടെന്ന് പോലും എൻ്റെ ഒരു ആങ്ങളെ എനിക്ക് വേണ്ടി കരുതും. എനിക്കൊരു ആപത്തുണ്ടാവുകയാണെങ്കിൽ ഓടി വരാനുള്ളൊരു മനസ്സ് എൻ്റെ ആങ്ങളെക്കുണ്ടല്ലോ. അതുകൊണ്ട് അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ള എന്നൊക്കെ പറഞ്ഞു. മോനെ നീ വാടാന്ന് വിളിച്ച് കഥയൊക്കെ തുറന്ന് കണ്ണിനൊക്കെ തുടയ്ക്കാൻ പറയുവാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കാണണം. ബാലചന്ദ്രൻ വന്നിട്ടുണ്ട്. ബാലചന്ദ്രൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം റൂമിൽ വരുന്നുണ്ട്. റൂമിൽ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലാണ്. ആ കരച്ചിൽ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ അവരവരുടെ സ്വകാര്യ നിമിഷത്തിൽ കഴിയട്ടെ എന്നുകൊണ്ട് ഇത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പം പിന്നെ അതിനിടയ്ക്ക് ബാലചന്ദ്രൻ ഇവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ അവധക്കുട്ടിയായിട്ട് അവധക്കുട്ടിയാച്ചാരോട് സംസാരിക്കുന്നുണ്ട്. അവധക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇതെൻ്റെ മോനാണ്. കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഗൗരവഭാവത്തിനൊരു പുച്ഛഭാവത്താണ്. കാരണം മറ്റേ ആ കേസിൽ പ്രതിയില്ല, ശരണ്യയുടെ കേസിൽ പ്രതിയാന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ശരിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് വലിയ ഒരു മൈൻഡില്ല എന്ന് മനസ്സിലായി. കാരണം അവരെ സ്വീകരിക്കാനുള്ള മനസ്സില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നേരെ നമ്മുടെ അലീന് വരുവാണ്. അതിൽ അച്ഛാ ഊണൊക്കെ കഴിഞ്ഞിട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല മോളെ പോകണം. കാരണം എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് വന്നപ്പോൾ തന്നെ നിൻ്റെ പപ്പായ്ക്ക് എന്നെ പിടിച്ചില്ല. കാരണം നമ്മൾ അതത് കടപ്പാട്ടൊരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിയുടെ സംസാരവും പ്രവൃത്തിയൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഞങ്ങൾ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അച്ഛൻ കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോകാം എന്നുള്ളതിന് എന്നാൽ ശരി എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ചായ എടുക്കണം. ചായ എടുത്തിട്ട് കുടിച്ച് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ രോഹിത്തെ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രോഹിത് വരുന്നില്ല, രോഹിത് ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത് ഇവിടെ നിൽക്കാനോ, അത് ശരിയാകത്തില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. അതൊന്നും ശരിയാകുന്നില്ല, എന്നെ കാണാൻ എൻ്റെ ആങ്ങളെ വന്നതാണ്, ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് അവൻ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് മോനെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. അപ്പം അവധക്കുട്ടിയച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അലീനയുടേതായിട്ടുള്ള പ്രവൃത്തി കാണുമ്പോഴത്തേക്ക് ആർക്കൊന്ന് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സില്ലാതെ നിൽക്കുവാണ് അവധക്കുട്ടിയൊക്കെ. അപ്പോൾ പിന്നെ നീ പറഞ്ഞ അടി മോളെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാൻലി വല്ലതും പറയും എന്ന് പറയുന്നത്. അച്ഛൻ ഇവിടെ ആരും കടിച്ചു കീർത്തൊന്നുമില്ലോ, ഞാനത് ഏറ്റു, എൻ്റെ പപ്പായല്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം, അച്ഛൻ പൊക്കോ, കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശരി നിൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നുള്ള ഇത് പറയുവാണ്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് കുട്ടിയോട് പറയണം, അപ്പച്ച ഇതാരാന്നറിയുമോ? എനിക്കറിയാം, മറ്റേ കേസിൽ പ്രതിയല്ലേ. കേസിൽ പ്രതിയോ? അവനൊന്നും ചെയ്തിട്ടില്ല അപ്പച്ച, എൻ്റെ അനിയനെ ഇത് ആങ്ങളെ ഇത് എന്നുള്ള പറയുക എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് കയറി പോകണം. ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് അടുക്കളയിൽ നിന്ന് ഉച്ചയ്ക്കത്തേക്ക് ഊണിന് വേണ്ടി ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം തേങ്ങ ചിരുവുകയും അത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മുടെ അലീന നോക്കുകയാണ്. ആ സമയത്ത് സ്ലാബിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ് നമ്മുടെ രോഹിത്ത്. അപ്പോൾ പുറത്തിറങ്ങിച്ചിട്ട് ഒരു സാധനം എടുത്തിട്ട് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് അവനിങ്ങനെ തേങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ രോഹിത് ഇങ്ങനെ തേങ്ങുന്നുണ്ട്. നീ എന്താണ് മോനെ, നീ കരച്ചിൽ നിർത്തിയില്ലേ, നീ എന്താ പറ്റി, എന്തെടുക്കുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക. ഉടനോട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയേ, നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ചേച്ചി, ഞാൻ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളും പ്രശ്നങ്ങളും പാവങ്ങളും കാരണം ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുള്ള കുറ്റങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് വിഷമങ്ങൾ വരുന്നതാണെന്ന് പറയുന്നത്. ഒന്നും നീ വിഷമിക്കണ്ട, ഇതെല്ലാം മനുഷ്യ സഹജമാണ്. തെറ്റ് ചെയ്യാത്ത ആരുമില്ല. പക്ഷെ അതിന് തിരിച്ചറിവോടെ ജീവിക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത്. ആരോട് നീ തെറ്റ് ചെയ്തോ അവരോട് തന്നെ, നീ എന്നോട് തെറ്റ് ചെയ്യുന്നെങ്കിൽ നീ എന്നോട് തന്നെ അതിനനുസരിച്ച് നിന്ന് പരിഹാരം കാണുവാണെങ്കിൽ ആ ഒരു മനസ്സ് നിനക്കുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ തന്നെയാണ് മനുഷ്യൻ ഈ ഭൂലോകത്ത് ജനിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരാൽ കുറേ പഠിക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതായത് എനിക്കറിവില്ലാത്ത കാര്യം ഞാനിപ്പം നിനക്ക് എന്നെ ഉപദ്രവിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ ആ സമയത്ത് ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനന്ന് നിനക്ക് സ്നേഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നിന്നിലും എന്നിലും ഉള്ള ദുഷ്ചിന്തകളും പ്രവൃത്തിയെല്ലാം മാറി നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള മനസ്സെല്ലാം ദൈവം ഉണ്ടാക്കും. അതുകൊണ്ട് നീ ഒരു രീതിയിലും കുഴപ്പമില്ലാതെ നീ നിൽക്കണം, ഞാനുണ്ടാ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നിനക്ക് ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് നീ എന്തായിരുന്നു, കാരണം ആ ഭാഗത്ത് എൻ്റെ അനിയനാന്നുള്ള തിരിച്ചറിവോ അന്ന് ദൈവം, കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വിധിയായിരിക്കും. ഞാൻ 23 വർഷക്കാലം അവിടെ കിടന്നിട്ട് നേരെ വന്ന് നിൻ്റെ വീട്ടിൽ ഒരു 5-6 മാസം ഒരു വർഷത്തിനടുപ്പിച്ച് നിന്നപ്പോഴത്തേക്ക് നിനക്കൊരു കേസുണ്ടായി. ഒരുപക്ഷെ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മനസ്സില്ലായിരുന്നെങ്കിൽ, അല്ലെ എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്ക് നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ചിലപ്പോൾ അവിടെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നേനെ. അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ വിധിക്കപ്പെട്ടതല്ല, നമ്മളെ അവിടെ എത്തിക്കുന്നത് ദൈവവിധിയാണ്. ഞാനത് നിനക്ക് ചെയ്തു തന്നില്ല കാണിക്കുന്നത്, നമ്മളെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ വിധിയാണ്. ആ ഭാഗത്തെത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ കർമ്മങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. നീ ഇനിയിപ്പം എനിക്ക് എന്നെ ഒന്ന് സഹായിച്ചതെന്ന് ഓർമ്മഴത്തേക്ക് പിന്നെ തേങ്ങ ചിരുമാനും കറിക്കറിയാനൊക്കെ കൂടി കൊടുക്കുകയാണ്. ഉച്ചയൂണിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ജീപ്പൊക്കെ ഓടിച്ച് തിരിച്ച് തോട്ടത്തിൽ നിന്ന് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈജു പറഞ്ഞ സാറ് തന്നെ ആ ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ചെറുക്കൻ കടപ്പാട്ടൂർ തന്നെ ബാലചന്ദ്രൻ്റെ മകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ്റെ മകനോ? ആഹാ, എന്താ കാര്യം എന്താ എന്നുള്ള ഇത് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിവാണ്. അത് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചാ കാര്യം, ആ ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാം. വന്നിട്ടുണ്ട്. എന്നാ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഇല്ല ഇവിടെ കാണാൻ വേണ്ടി, അതോ അലീനയെ കാണാൻ വേണ്ടി വന്ന എന്നൊക്കെ ഇത് പറയുവാണ്. ഉടനെ നേരെ അലീന വന്നു. പപ്പ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ, അവൻ വന്നു എൻ്റെ അകത്തുണ്ട്. എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്ക്, എങ്ങനെയാ പപ്പയ്ക്കറിയാം? അല്ല, അവൻ പണ്ടത്തെ കേസിൽ പ്രതിയല്ലേ, ഏതോ ബാലചന്ദ്രൻ്റെ ആണ് പ്രതിയെന്ന് ഞാൻ പത്രത്തിൽ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, പപ്പ ഉദ്ദേശിക്കുന്ന പോലല്ല, അവനല്ലായിരുന്നു അതിനകത്ത് പ്രതി. കാരണം മറ്റുള്ളവരെല്ലായിരുന്നു ചെയ്തത് ഇവനതിനകത്ത് ഒന്ന് നിന്നെന്നുള്ളതേ ഉള്ളൂ. അവനെ അറിയാതെ പോയി പെട്ടുപോയതാണ്, അവൻ്റെ കൂട്ടിൻ്റെ ആയിട്ടുള്ള പഴവ് കൊണ്ട് പറ്റിപ്പോയതാണ്. അവൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യത്തുമില്ല, അത് ചെയ്തിട്ടുമില്ല എന്നുള്ളത് പറയാണ്. ഏതോ ഞാൻ അറിഞ്ഞു അത്ര തന്നെ എന്ന് പറയണം. പപ്പായ്ക്ക് തന്നെ ഒരു സന്തോഷമില്ലാത്തതെന്നാണ്. സന്തോഷമില്ലായ്മ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ അകത്തോട്ട് കയറിപ്പോവാണ്. ചെന്നിട്ട് പറയണേ, ബൈജു ഗ്ലാസും വെള്ളമൊക്കെ എടുത്തടാ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലാസും വെള്ളമൊക്കെ എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് മദ്യം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സോഡ എടുത്ത് ബൈജു കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പറയും, എടാ ഇതിനകത്ത് തണുപ്പില്ലോടാ, നിനക്കെന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൂടെ, നിനക്ക് ഒരു നോട്ടമില്ല, ഭാവമില്ല, എന്താ ജീവിത രീതിയാണ് നിൻ്റെ എന്നൊക്കെ രീതി ചോദിച്ചു. അവനെ ചാടിക്കുന്നുണ്ട്. അവൻ അലീനെ ചോദിക്കുന്നുണ്ട്, പപ്പ ഇത് ആരോടുള്ള ദേഷ്യം തീർക്കുന്നത്, പപ്പയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, എന്തിനാ ബൈച്ചേട്ടനോടൊക്കെ എന്തൊക്കെ ആവശ്യമില്ല പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ എനിക്ക് ആരോടും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറയാണ്. ശരി, ഒന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ ശരി, പ്രശ്നമില്ലെന്നാണ്. അത് കഴിഞ്ഞാൽ നേരെ ഉച്ചയൂണിൻ്റെ സമയമ്പോഴത്തേക്ക് അത് കുട്ടിയും നമ്മുടെ സ്റ്റാൻലിയൊക്കെ ഇന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് അവിടെ ഇരുത്തുവാണ്. അവിടെ ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അലീന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും ചേർത്ത് സംസാരിക്കും. പക്ഷേ സ്റ്റാൻലി രോഹിത്തിനോടൊന്നും സംസാരിക്കുന്നില്ല, ഒരു ഗൗരവഭാവത്തോടെ തന്നെ ഇരിക്കുകയാണ്. കണ്ട് ശരി ഹലോ എന്ന് മാത്രം വെച്ചുള്ള ഒരു ഭാവം മാത്രമേ ഉള്ളൂ. അല്ലാതെ തൻ്റെ മകളുടെ സഹോദരനാണ്
എന്നുള്ളൊരു ഭാവം ഒന്നുമില്ല. ആ ചെറുക്കനെ സ്വീകരിക്കാൻ അല്ല അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചെറുക്കനെ ഒരു ക്യാരക്ടറായി മാറിയേക്കുവാണ് നമ്മുടെ സ്റ്റാൻലി. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് പപ്പാടി അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്താ പപ്പായ്ക്ക് ഇങ്ങനെ പറ്റിപ്പോയത്? അപ്പോൾ അവൻ്റെ ആങ്ങളല്ലേ, അവൻ വന്നിട്ടൊന്ന് സംസാരിച്ചുകൂടെ? കാരണം അവരെന്ത് പ്രതീക്ഷയോടെ ഇവിടെ വന്ന് നിൽക്കുന്നത്, 2 ദിവസത്തേക്ക് നിന്നിട്ട് പോകാൻ നിൽക്കുന്നത്. ആ 2 ദിവസം നമ്മൾ അവനെ ഇല്ലാതാക്കി വിടാനാണോ? കാരണം അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനാണ്. അവൻ ഒരു സന്തോഷം തേടി വന്നതാണ്. അവൻ്റെ ചേച്ചിയെ കിട്ടിയല്ലോ, അല്ല അവൻ്റെ ചേച്ചിയുടെ ബന്ധുക്കാരെ കിട്ടിയല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ വന്നപ്പോഴത്തേക്ക് അത് പപ്പായ്ക്ക് തന്നെ എനിക്കെന്തിനാ മറ്റുള്ളവരെ കാണുന്ന കണ്ട ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കണം? അവരൊരു വേറെ കൾച്ചർ, അവരുടെ വേറെ ജാതി, അവർ വേറെ മതം, അങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ എന്തിനു കൂട്ടുകൂടും, ഞാൻ എന്തിനു സംസാരിക്കുന്നത്, എൻ്റെ ടൈം എന്തിനു വേസ്റ്റ് ആക്കുന്നത്? പപ്പ എന്താ പപ്പ പറയുന്നത്? നിങ്ങൾ എൻ്റെ ജാതി എൻ്റെ മതവും അല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏത് ജാതിയിലാണ് ജീവിച്ചതെന്നറിയാമോ? ഏത് ജാതിയിലാണ് വളർന്നതെന്നറിയാമോ? ഏത് ജാതിയിലാണ് ഇപ്പം ജീവിക്കുന്നതെന്നറിയാമോ? ഇപ്പം പപ്പാടത്ത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ, ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഹിന്ദു, അങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. എനിക്കൊറ്റ ജാതി ഒറ്റ മതമേ ഉള്ളൂ, ദൈവവിശ്വാസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങൾ കാണിക്കുന്ന പോലെ ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ള അതൊന്നുമല്ല. ദൈവം പരിശുദ്ധമ്മ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള കുറേ പാഠങ്ങളും അല്ല ദൈവവിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അതിനനുസരിച്ച് ഞാൻ ജീവിച്ചു പോകുന്നല്ലാതെ എനിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. സ്നേഹ മനസ്സോടെ ജീവിക്കുന്നത്. അവൻ എൻ്റെ ആങ്ങളെയാണ്. പപ്പ പറയുന്നതല്ല ഈ ബന്ധങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഈ ബന്ധങ്ങളൊന്നും കിട്ടുന്നപ്പോൾ എൻ്റെ ആങ്ങളെയാണ് അവൻ. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം കിട്ടിയതാണ് എൻ്റെ പപ്പാന്. ഇപ്പം കിട്ടിയ ആങ്ങളെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടിയതാണ് ആണ് എൻ്റെ പപ്പയും. 10-23 വർഷമായിട്ട് എനിക്ക് ആരും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് എന്നെ ആരും ശ്രദ്ധിക്കാണ്ടിരുന്നത്. ഇപ്പം വന്നേക്കും എല്ലാവരും. ഇപ്പം അന്ന് എനിക്ക് കിട്ടാത്ത 23 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള നിർണായക ഘട്ടത്തിൽ വേണ്ടതായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ ഇപ്പം എല്ലാവരും കടന്നു വന്നിട്ട് പറയുകയാണ് എന്തോന്ന് ഞാൻ നിങ്ങളുടെ ബന്ധുവാണ്, അതാണ് ഇതാണെന്നുള്ള രീതി പറഞ്ഞ് 23 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ലാളന കെട്ടി വളരേണ്ട, അതായത് ഒരു കൊച്ചിൻ്റെ തലച്ചോറ് വളരുന്ന സമയത്ത് ആ ലാളന കിട്ടിയും അല്ല സ്നേഹം കിട്ടി വാത്സല്യം കിട്ടി വളരേണ്ട സമയത്ത് ഞാൻ കണ്ടവരുടെ എച്ചിലെ തിന്ന് വളർന്നു. കണ്ടവർ ഉപേക്ഷിച്ചിട്ടുള്ള തുണികൾ ധരിച്ച് നടന്നു, കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് നടന്നു. അങ്ങനെയൊക്കെ ആ സമയത്ത് എനിക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളാണ് എനിക്കിപ്പം. ഞാനിപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അനാഥയായിട്ട് ഇരുന്നിട്ട് എന്നെ കണ്ടിട്ടോ എൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ടോ ഒരു വ്യക്തി എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഇതുപോലുള്ള സുഖസൗകര്യങ്ങളായിട്ടുള്ള ജീവിതം കിട്ടും. പക്ഷേ ഞാനിവിടെ കടന്നു വന്നത് എൻ്റെ പപ്പാടുത്ത് കിട്ടുന്ന സ്നേഹം കിട്ടാൻ വേണ്ടി, എൻ്റെ ആങ്ങളമാർക്കും എൻ്റെ അമ്മയടുത്തും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ബന്ധം ആരൊക്കെയാണോ എന്ന് തിരിച്ചറിവോടെ ജീവിക്കുന്ന ഞാൻ, അവരിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പണത്തിനും ഇതിനു വേണ്ടി ഒന്നല്ല. എൻ്റെ ബന്ധങ്ങൾ തന്നെയാണ്. അവൻ എൻ്റെ ആങ്ങളെയാണ്. എനിക്കൊരു കാര്യം ഉണ്ടെങ്കിൽ പപ്പായോ അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനോ ഒക്കെ നാളെ 10 വർഷം കഴിഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാലോ എനിക്ക് വേണ്ടി നിൽക്കാനും എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവനേ ഉള്ളൂ ഈ ലോകത്ത്. പപ്പ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവൻ്റെ അത്ര അധികാരമുള്ള ഒരാൾ ഇനി വേറെ ആരുണ്ടെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഭർത്താവ് ഉണ്ടാവും എന്ന് പറയാമോ? അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളുണ്ടാവും എന്ന് പറയാമോ? പപ്പയുടെ അനിയന്മാരും ചേട്ടന്മാരും അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് അവർക്ക് അവരുടെയായിട്ടൊരു ജീവിത രീതി പൊയ്ക്കൊണ്ടിരിക്കുക. നാളെ സമയത്ത് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വന്ന് നിൽക്കുന്ന ആരാ പപ്പ ഉള്ളത്? ഈ ചെറുക്കനല്ലേ, ഈ വ്യക്തിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അടി കൊണ്ടതുപോലെ നിൽക്കുവാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് പപ്പ ഇച്ചിരി കൂടെ സഹകരിച്ച് ഇച്ചിരി മനസ്സലിവോടെ ഒന്ന് നിന്ന് പ്രവർത്തിക്കാൻ നോക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഉടനെ ഇപ്പം അടി വീഴുന്നുള്ള രീതിയിലാണ് അവധിക്കുട്ടി എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒന്നും തിരിച്ചു പറയാതെ അവധിക്കുട്ടി അല്ല നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഞാൻ ശരി എന്നാൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ വരവിന് ചോദിക്കുമ്പോഴത്തേക്ക് ശരി എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ ഇതെല്ലാം കോർത്തിറക്കിയ ഒരു അടിപൊളി വിശേഷമാണ് ഇപ്പം വരാനിരിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.